ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ട്രിപ്പ് പോയ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറിയ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉമ്മ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് കരുതി അങ്ങനെ എൻ്റെ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളിതാ പോയി ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. കാരണം ഞങ്ങൾ അവിടെ പകുതി എത്തിയപ്പോൾ തന്നെ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്നാൽ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാമെന്ന് കരുതി അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളവിടെ കളിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കേട്ടോ ആ പാർക്കിൽ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വേറൊരു സ്ഥലത്തേക്ക് പോകണം. അതാണ് നമ്മൾ മെയിനായിട്ട് പോണ സ്ഥലം. അവിടെ നിന്ന് വല്ല വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ശരിക്കും തേക്കി മ്യൂസിയം പോകണമെന്ന് കരുതിയ ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ 5 മണിയായി അവിടെ പോയി വന്നപ്പോഴേക്കിന്. അപ്പോൾ തേക്കി മ്യൂസിയത്തിന് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ മഹോത്സവത്തിൻ്റെ അവിടെ കയറി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാനിപൂരി വാങ്ങിയിട്ട് അത് എൻ്റെ ആഗ്രഹത്തിന് വാങ്ങിയാണ്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ, വെറുതെ വാങ്ങിയതായി. പിന്നെ ഏതായാലും വാങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഫുള്ള് കഴിച്ചു. അങ്ങനെ ഞങ്ങളിതാ നേരെ ഐസ്ക്രീമിൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. കാരണം അനിയത്തിക്കും കുട്ടികൾക്കും അനിയനൊക്കെ ഇഷ്ടം ഐസ്ക്രീമാണ്. ഓല അത് വാങ്ങിച്ച്. പാനിപൂരി എല്ലാവരും കഴിച്ചിട്ടുണ്ട്, എന്നാലും ഓൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൂടി വാങ്ങിച്ചിട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ ഞാനും ഉമ്മയും പൊതുവെ അങ്ങനത്തെ ഒന്നും കഴിക്കലില്ല കേട്ടോ. അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉള്ളിൽ പോയിട്ട് കുട്ടികളെ വണ്ടിയിലൊക്കെ ഒന്ന് ഇരുത്തി കുറച്ച് നേരം റൗണ്ടൊക്കെ ചുറ്റിച്ച് കൊടുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മോള് ചെറിയതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കുക, അതുകൊണ്ട് മാത്രം കുറേ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടീനെയൊക്കെ പിടിക്കാണ്ട്, അപ്പോൾ പിന്നെ ക്യാമറ പിടിക്കുന്ന സീനാണ്. അപ്പം അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറച്ച് തിരക്കായിരുന്നു. അതിൻ്റെ അടിയിൽ നിന്നൊന്ന് മാറി നിന്ന് വളമുള്ള സെക്ഷനൊക്കെ എത്തിയിട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാ തുടങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷേ കാല് കുത്ത സ്ഥലമല്ല, ഭയങ്കര തിരക്ക് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടീൻ്റെ ക്യാപ്പൊക്കെ പോയിട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞു ഫോണ് നഷ്ടമായിട്ടുണ്ടെന്ന്. ഏതായാലും കുട്ടീൻ്റെ ക്യാപ്പ് കിട്ടി. പിന്നെ ആ തിരക്കോണ്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ നേരെ കയ്യിൽ വെച്ചു, കാരണം ആരെങ്കിലും എടുത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ അത് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ വളൻ്റെ ഷോപ്പിൽ കയറിയാണ്ട് വള സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉമ്മ സെലക്ട് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെറുപ്പം തൊട്ട് തന്നെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് വളമൊക്കെ ഇപ്പോൾ കുട്ടി അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ കുട്ടിക്കും എൻ്റെ മോൾക്കൊക്കെ അമ്മ വളമൊക്കെ ഒന്ന് വാങ്ങി. അനിയത്തിൻ്റെ ചെറിയ മോൾക്കും എൻ്റെ മോൾക്കും ഒരേമാതിരത്തെ വാങ്ങി. പിന്നെ അനിയത്തിൻ്റെ വലിയ മോൾക്ക് വാങ്ങിയത് കുറച്ച് വേറെ മോഡലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് 2ആൾക്കും ഓരോ വള വാങ്ങി. പിന്നെ അനിയത്തി വേറൊരു വള കാണിച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് കളറ് പോകും, അത് മേടിക്കണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ചില്ല കേട്ടോ. പിന്നെ മാല നോക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാലയൊക്കെ വെറുതെയാണ്, കാരണം നമ്മൾ എപ്പോഴൊന്നും ഇപ്പോൾ മാല ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാല മേടിച്ചില്ല. വളയും കുട്ടികളുള്ള വളകളൊക്കെ മേടിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. അതിൻ്റെ ഇടയിൽ കുട്ടികളതാക്കണം ഓരോന്ന് വലിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഭയങ്കര സീന്, കാരണം വലിച്ചിടലുകൊണ്ട് ഓല നോക്കാനും ഒരാൾ വേണ്ടേ. അപ്പോൾ അനിയനതപ്പോൾ പണി, ഒപ്പം പോന്നാലും ഓന് കുട്ടികൾ നോക്കണം. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് 2 ചെറിയൊരു കളിക്കോപ്പൊക്കെ വാങ്ങിക്കൊടുത്തു. മറ്റവർക്ക് പെൺകുട്ടികൾക്ക് വേറെ ആയിട്ട് വാങ്ങിയിട്ടുള്ളത്, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 2 കുട്ടികൾക്കും വാങ്ങിക്കൊടുത്താണ് ഇപ്പോൾ ഒരു ടീ ഷോപ്പ് കയറിയപ്പോൾ കളിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാനും അനിയനും ചായയും ഒരു ഷവർമ്മയാട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അനിയത്തിയും ഇവരൊക്കെ പഴംപൊരിയും ചായയും മേടിച്ചു. പിന്നെ കുട്ടികൾ 3 SP അവിൽ മിൽക്കാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾ അതിൽ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ആദ്യം കരുതി കഴിക്കില്ല. പിന്നെ 2 പേരും ഉഷാറായിട്ട് ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. അപ്പോൾ അനിയനെ ഫോട്ടോത്തിലൊന്നും കിട്ടില്ല. അപ്പോൾ കുറേ ആൾ ചോദിച്ചു അനിയല്ലേ കൂടെ, ഉണ്ട് കേട്ടോ. ഇത് അവസാനം ഞാൻ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരണ്ട്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.